ഡിജിറ്റൽ ലോകത്തെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഇനി വെറും സൗജന്യ പ്ലാറ്റ്ഫോമുകളായി തുടരില്ലെന്ന വാർത്തകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മെറ്റയുടെ ഈ പുതിയ നീക്കം വെറുമൊരു ബിസിനസ് തന്ത്രം എന്നതിലുപരി സോഷ്യൽ മീഡിയ എന്ന സങ്കല്പത്തിന്റെ തന്നെ അടിത്തറ മാറ്റാൻ പോകുന്ന ഒന്നാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി സൗജന്യം എന്ന ലേബലിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഈ സേവനങ്ങൾ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണെന്നും അത് സാധാരണക്കാരായ ഉപയോക്താക്കളെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. സോഷ്യൽ മീഡിയയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉൽപ്പന്നം സൗജന്യമാണെങ്കിൽ അവിടെ ഉപയോക്താവാണ് യഥാർത്ഥ ഉൽപ്പന്നം എന്ന തത്വത്തിലാണ് ഇവ പ്രവർത്തിച്ചിരുന്നത് എന്നാണ്. നമ്മുടെ ഡേറ്റയും താല്പര്യങ്ങളും പരസ്യദാതാക്കൾക്ക് വിറ്റഴിച്ചാണ് മെറ്റ ഇത്രയും കാലം ലാഭമുണ്ടാക്കിയിരുന്നത്. എന്നാൽ ആഗോളതലത്തിൽ ഡേറ്റാ സുരക്ഷാ നിയമങ്ങൾ കർശനമാകുന്നതും പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ ഇടിവ് സംഭവിക്കുന്നതും മെറ്റയെ പുതിയ വഴികൾ തേടാൻ പ്രേരിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിരുന്ന ഡിജിറ്റൽ അനുഭവം ഇനി മുതൽ സൗജന്യം, പ്രീമിയം എന്നിങ്ങനെ 2 തട്ടുകളിലായി തിരിക്കാൻ കമ്പനി തീരുമാനിച്ചത്. മെറ്റയുടെ ഈ മാറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അടുത്തിടെ ഏകദേശം $200 ദശലക്ഷം മുടക്കി മെറ്റ സ്വന്തമാക്കിയ മാനസ് എന്ന AI ഏജന്റ് ഈ പ്രീമിയം സബ്സ്ക്രിപ്ഷനിലെ പ്രധാന ആകർഷണമായിരിക്കും. സാധാരണ ചാറ്റ് ബോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉപയോക്താവിന്റെ താല്പര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വിപുലമായ സംവിധാനമാണ് മാനസ്. ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും വാട്സാപ്പിലെയും പ്രവർത്തനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഇതിന് സാധിക്കും. ഉദാഹരണത്തിന്, ഒരു പ്രീമിയം ഉപയോക്താവിന് തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കോ വ്യക്തിഗത ആവശ്യങ്ങൾക്കോ വേണ്ടി വളരെ വേഗത്തിൽ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനും മറുപടികൾ നൽകാനും ഈ AI സഹായിക്കും. ക്രിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ആശ്വാസമാകുന്ന വൈബ്സ് എന്ന ഷോർട്ട് ഫോം വീഡിയോ ജനറേറ്ററും ഈ പെയ്ഡ് ലിസ്റ്റിലുണ്ട്. സോഷ്യൽ മീഡിയയിലെ മത്സരങ്ങൾ കടുക്കുമ്പോൾ ഗുണനിലവാരമുള്ള കണ്ടന്റുകൾ വേഗത്തിൽ നിർമ്മിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഇവിടെയാണ് വൈബ്സ് പോലെയുള്ള AI ടൂളുകളുടെ പ്രസക്തി. കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച വീഡിയോകൾ നിർമ്മിക്കാനും അത് എഡിറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഈ ടൂളുകൾ പ്രീമിയം പാക്കേജിന്റെ ഭാഗമാകുന്നതിലൂടെ പ്രൊഫഷണൽ ക്രിയേറ്റർമാരെ ലക്ഷ്യം വെക്കുകയാണ് മെറ്റ ചെയ്യുന്നത്. ഇത് സാധാരണ ഉപയോക്താക്കളെക്കാൾ കൂടുതൽ ബിസിനസ് സ്ഥാപനങ്ങളെയും ഇൻഫ്ലുവൻസർമാരെയും ആയിരിക്കും കൂടുതൽ ആകർഷിക്കുക. പലർക്കും ഉയരുന്ന പ്രധാന ആശങ്ക സാധാരണക്കാരെ ഇത് എങ്ങനെ ബാധിക്കും എന്നതാണ്. മെറ്റ നൽകുന്ന സൂചനകൾ പ്രകാരം നിലവിലുള്ള കോർ ഫീച്ചറുകൾ, അതായത് മെസ്സേജ് അയക്കാനോ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാനോ ഉള്ള സൗകര്യങ്ങൾ സൗജന്യമായി തന്നെ തുടരും. എന്നാൽ നൂതനമായ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർ മാത്രം പണം നൽകിയാൽ മതിയാകും. ഇത് സ്മാർട്ട് ഫോൺ ആപ്പുകളുടെ ലോകത്ത് പുതിയ കാര്യമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇത്തരം വേർതിരിവുകൾ വരുന്നത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. വിവരങ്ങൾ എല്ലാവരിലേക്കും ഒരുപോലെ എത്തുന്നു എന്ന സോഷ്യൽ മീഡിയയുടെ ജനാധിപത്യ സ്വഭാവത്തിന് ഇത് ഒരു പരിധിവരെ തടസ്സമായേക്കാം എന്ന വാദവും ഉയരുന്നുണ്ട്. മെറ്റയുടെ ഈ മാറ്റത്തെ കേവലം പണം സമ്പാദിക്കാനുള്ള മാർഗമായി മാത്രം കാണാൻ കഴിയില്ല. ഗൂഗിൾ, ആപ്പിൾ തുടങ്ങിയ വമ്പൻ കമ്പനികൾ തങ്ങളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ വൻതോതിൽ AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. അവരോട് മത്സരിച്ച് നിൽക്കണമെങ്കിൽ കോടിക്കണക്കിന് ഡോളർ ഗവേഷണങ്ങൾക്കായി ചെലവാക്കേണ്ടി വരും. ഇത്രയും വലിയ തുക പരസ്യ വരുമാനത്തിലൂടെ മാത്രം കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ മോഡലിലൂടെ സ്ഥിരമായ ഒരു വരുമാനം കണ്ടെത്താനാണ് മാർക്ക് സക്കർബർഗ് ലക്ഷ്യമിടുന്നത്. ഇത് കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനോടൊപ്പം കൂടുതൽ നൂതനമായ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ അവരെ സഹായിക്കുകയും ചെയ്യും. ഭാവിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗം എന്നത് ഒരു വിനോദം എന്നതിലുപരി ഒരു പ്രൊഫഷണൽ ടൂൾ എന്ന നിലയിലേക്ക് വളരുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗും ഇ-കൊമേഴ്സും വാട്സാപ്പിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയും നടത്തുമ്പോൾ പ്രീമിയം ഫീച്ചറുകൾ എന്നത് പലർക്കും അനിവാര്യതയായി മാറുകയാണ്. വരും മാസങ്ങളിൽ ഘട്ടം ഘട്ടമായാണ് ഈ മാറ്റങ്ങൾ നടപ്പാക്കുക. ഓരോ രാജ്യത്തെയും വിപണി സാഹചര്യം പരിഗണിച്ചായിരിക്കും സബ്സ്ക്രിപ്ഷൻ തുക നിശ്ചയിക്കുന്നത്. ഇന്ത്യയെ പോലെയുള്ള വലിയ വിപണികളിൽ ആളുകളെ പണം നൽകാൻ പ്രേരിപ്പിക്കുക എന്നത് മെറ്റയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ, സൗജന്യ സേവനങ്ങളുടെ കാലം അവസാനിക്കുകയും മൂല്യമുള്ള സേവനങ്ങൾക്ക് പണം നൽകേണ്ടി വരികയും ചെയ്യുന്ന ഒരു പുതിയ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇത് ഉപയോക്താക്കൾക്ക് കൂടുതൽ ഗുണനിലവാരമുള്ള അനുഭവങ്ങൾ നൽകുമെങ്കിലും സാധാരണ ഉപയോക്താക്കൾക്കിടയിൽ ഒരു ഡിജിറ്റൽ വിഭജനം ഉണ്ടാക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മെറ്റയുടെ ഈ പരീക്ഷണം വിജയിച്ചാൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇതേ വഴി പിന്തുടരാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗ രീതികൾ മാറാൻ തയ്യാറെടുക്കേണ്ട സമയമാണിത്. ഈ മാറ്റം നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും നിങ്ങൾ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തയ്യാറാണോ എന്നും ചിന്തിച്ചു തുടങ്ങാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.